ശ്രീ ഇ പി ജയരാജനെ വലതുശക്തികൾ വ്യക്തിഹത്യ നടത്തിയെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത്. ഇത് പറഞ്ഞത് ജയരാജന്റെ ഒരു ആത്മകഥയുടെ പ്രകാശന വേളയിലാണ്. ഇതാണ് എൻ്റെ ജീവിതമെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ ആത്മകഥയുടെ പിന്നിൽ തന്നെ മറ്റൊരു കഥയുണ്ട്, അത് ഏറ്റവും അവസാനം പറയാം. പറയുന്നത് പിണറായി വിജയനാ. ആരെ പറ്റിയാ പറയുന്നത്? നമ്മുടെ ഇ പി ജയരാജൻ സഖാവിനെ കുറിച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ശരിയായിരിക്കണം. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ CPM പൊളിറ്റിക്സില് പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം അങ്ങനെയായിരുന്നു. രാമലക്ഷ്മണന്മാരെന്നോ ലവകുശന്മാരെന്നോ നമുക്ക് അവരുടെ ആ ബന്ധത്തെ പറയാം. അത് മാത്രമല്ല, ഇ പി ജയരാജനെതിരായിട്ട് വലതുപക്ഷ ശക്തികളുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തുനിന്ന് വലിയ ആക്രമണങ്ങൾ, നിശ്ചലമായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇ പിയെ ചേർത്ത് പിടിച്ചതും സംരക്ഷിച്ചതും നമ്മുടെ ശ്രീ പിണറായി വിജയൻ ആയിരുന്നു. ഈ വലതുശക്തികളുടെ വ്യക്തിഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അത് ഇ പി ജയരാജനെതിരായിട്ട് മാത്രമല്ല, അത് CPM-നെതിരായിട്ട്, ആ പാർട്ടി നയിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ട്, അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ പി കൃഷ്ണപിള്ള, EMS, AKG മുതലായവർക്കൊക്കെ എതിരായിട്ട് ഈ വലതുശക്തികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ദുരാരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ അതായത് ഈ സമുന്നതരായ നേതാക്കൾക്കൊപ്പം വലതുപക്ഷ ശക്തികളുടെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾക്ക് വിധേയനായ ഒരാളാണ് നമ്മുടെ ഇ പി ജയരാജൻ സഖാവെന്നാണ് പിണറായി പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ പിണറായി വിജയന് എല്ലാ അവകാശമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ ഒരാളെ കുറിച്ചും വ്യക്തിഹത്യ നടത്താറില്ല. ആരെക്കുറിച്ചും മോശമായിട്ടൊന്നും പറയുകയില്ല. എന്തെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിൽ മാത്രം അത് പറയും. അതിനപ്പുറത്ത് ഒരു കുഴപ്പത്തിനും പോകുന്ന ആളല്ല നമ്മുടെ പിണറായി വിജയൻ. ആ പാർട്ടിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായ ഇ പി ജയരാജനെ കുറിച്ച് മറ്റുള്ളവർ അസംബന്ധം പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് നോവുക വളരെ സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പ്രകാശന വേളയിൽ അത് നാട്ടുകാരോട് പറഞ്ഞു എന്ന് മാത്രം. രാവിലെ ഈ പിണറായി വിജയന്റെ പ്രസംഗം പത്രത്തിൽ വായിക്കുകയായിരുന്നു, ഈ പ്രകാശന ചടങ്ങിന്റെ റിപ്പോർട്ട്. അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മുഖം മനസ്സിലേക്ക് കടന്നു വരുന്നത്? ചേട്ടാ, നമ്മുടെ പിണറായി വിജയനെ കുറിച്ചും ഇ പി ജയരാജനെ കുറിച്ചുമാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എന്തിനാണ് ഈ ഉമ്മൻചാണ്ടിയുടെ മുഖം മനസ്സിലേക്ക് വരുന്നത്? എന്തോ അതിങ്ങനെ മനോമുകുരത്തിൽ തെളിയുകയാ. അത് എന്തുകൊണ്ടാണെന്ന് പിന്നെ മനസ്സിലായത്. ഈ സോളാർ കേസിലെ കുറ്റാരോപിതയായ സ്ത്രീക്ക് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തത്, ഉമ്മൻചാണ്ടിക്കെതിരെ അനാവശ്യം പറയാൻ, വൃത്തികേട് പറയാൻ 10 കോടി രൂപ CPM വാഗ്ദാനം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശിവരാജൻ കമ്മീഷന്റെ മുമ്പിൽ ഉമ്മൻചാണ്ടിയെ കടിച്ചു കയറാൻ CPM-ന്റെ അഭിഭാഷക പടയെ ചൊല്ലും ചെലവും കൊടുത്ത് നിയോഗിച്ചത്. റിപ്പോർട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കേസെടുക്കാനോ നടപടിയെടുക്കാനോ ഒന്നുമില്ല, ഒരു വകയുമില്ല. അപ്പോൾ എന്താണ് ചെയ്തത്? ഉമ്മൻചാണ്ടിക്കെതിരെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗത്തിനും അഴിമതിക്കും കേസെടുക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ആരാ പറഞ്ഞത്? നമ്മുടെ പിണറായി വിജയൻ. ഒരു തരത്തിലും സ്വഭാവ ഹത്യ നടത്താത്ത ആള് പിണറായി വിജയനാണ് പറഞ്ഞത്. പിന്നെ അന്വേഷണമായി. എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയെ കൊടുക്കണമല്ലോ. 2 ADGP വരെ അന്വേഷിക്കുന്നു, ഒരു DGP അന്വേഷിക്കുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെങ്കിലും ഒരു കേസെടുക്കാൻ പറ്റിയത് ഒന്നും ഈ റിപ്പോർട്ടിലില്ല, അവരുടെ അന്വേഷണത്തിലും കിട്ടിയില്ല. അപ്പോ സുപ്രീം കോടതിയിലെ ഒരു മുൻ ജസ്റ്റിസിനോട് ചോദിച്ചു, ജഡ്ജി സാറേ, നമുക്ക് ഈ ഉമ്മൻചാണ്ടി ഒന്ന് കൊടുക്കാൻ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? അദ്ദേഹം അത് മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞു, ഒരു വകുപ്പുമില്ല, ഇതിന്റെ പേരിലൊന്നും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസും എടുക്കാൻ പറ്റില്ല. പക്ഷെ വിടാൻ പറ്റത്തില്ലല്ലോ, ഉമ്മൻചാണ്ടി അങ്ങനെ വിടാൻ പറ്റത്തില്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഈ കുറ്റാരോപിതയായ സ്ത്രീയെ വിളിച്ചു വരുത്തി, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് CBI ഏൽപ്പിച്ചു. ഒരു ദോഷവും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന ആളല്ല കേട്ടോ. ഒരു വ്യക്തിഹത്യയും നടത്തത്തില്ല, ഒരു ദുരാരോപണം ഉന്നയിക്കത്തില്ല. CBI അന്വേഷിച്ചു. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടു പോകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് വായിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. ഓർത്തുപോയെന്നേ ഉള്ളു കേട്ടോ. അതായത് നമ്മുടെ ഇ പി ജയരാജനെ കുറിച്ച് ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ എന്ന് വെച്ചാൽ കോൺഗ്രസ്, അതാണല്ലോ ഈ വലതു ശക്തികൾ. ഇപ്പൊ പിന്നെ BJP, അവരൊക്കെ കൂടെ വല്ലാതെ അങ്ങ് അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചെന്ന് പിണറായി പറഞ്ഞത് കേട്ടപ്പം എങ്ങനെയോ ഈ ഉമ്മൻചാണ്ടിയുടെ മുഖം മനസ്സിലോട്ട് വന്നതാ. ഉമ്മൻചാണ്ടിയോട് ഇതൊക്കെ ചെയ്തത് വ്യക്തിഹത്യയായിരുന്നോ അതോ വ്യക്തി പൂജയായിരുന്നോ? കേരളം മുഴുവൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തൊരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ
അദ്ദേഹത്തിന്റെ കുടുംബത്തെ നരകയാതനകളിലേക്ക്, അപമാനത്തിന്റെ കരകാണ കടലിലേക്ക് തള്ളിവിട്ടത് വ്യക്തിപൂജയായിരുന്നോ, വ്യക്തിഹത്യയായിരുന്നോ? മറ്റൊരാളോടാണെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ല വ്യക്തിപൂജയാണോ വ്യക്തിഹത്യയാണോ എന്ന്. കാരണം നമുക്കിന്റെ അർത്ഥം അറിയാമല്ലോ. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം ചില വാക്കുകൾക്ക് പ്രത്യേക അർത്ഥവും വ്യാഖ്യാനവുമാണ്. അതുകൊണ്ടാണ് ചോദിച്ചു പോയത്. 2007 നമ്മുടെ EP ജയരാജൻ സഖാവ് ഒരു പ്രസ്താവന നടത്തി. അതായത് കട്ടൻ ചായ കുടിച്ച് പരിപ്പൂടയും തിന്ന് താടിയും മുടിയും വളർത്തി നടക്കണമെന്നാണെങ്കിൽ CPM-ന് വേണ്ടി പ്രവർത്തിക്കാൻ ഇനി ആളെ കിട്ടത്തില്ല എന്നാ പറഞ്ഞത്. മറ്റുള്ളവരേക്ക് അതൊരു തമാശയായിട്ട് എടുത്തത്, ഒരു നർമ്മനിമിഷമായിട്ട് കരുതി അങ്ങ് വിട്ടതാ. പക്ഷെ പാർട്ടി CPM അതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തു. EP ജയരാജനെതിരെ പാർട്ടിയിൽ അതിശക്തമായ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഇതേ വർഷമാണ് അന്ന് EP ജയരാജൻ സഖാവ് ദേശാഭിമാനി പത്രത്തിന്റെ ജനറൽ മാനേജറാണ്. ദേശാഭിമാനി പത്രത്തെ നവീകരിക്കുന്നതിലും ഒരു പുതിയ കാലത്തിന് പറ്റിയ പത്രമാക്കി മാറ്റുന്നതിലും ജയരാജന് ഒരു വലിയ പങ്കുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അന്ന് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അത്ര നല്ല അഭിമതനല്ല, അല്പം കളങ്കിത വ്യക്തിത്വമാണ്, ഈ ലോട്ടറി മാഫിയയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് EP ജയരാജൻ ഒരു 5 കോടി രൂപ വാങ്ങിച്ചു. ഈ 5 കോടി രൂപ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ശാപ്പാടിച്ചൊന്നും അല്ല, അല്ലെങ്കിൽ പിന്നീട് വൈദേഹം റിസോർട്ട് ഉണ്ടാക്കിയത് ഈ കാശ് കൊണ്ടൊന്നും അല്ല. ഒന്നുകിൽ അത് ദേശാഭിമാനിക്ക് ചെലവാക്കി കാണും, അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടുത്തു കാണും. പക്ഷെ ഇത് വലിയൊരു വിവാദമായി. അപ്പൊ പിന്നെ പാർട്ടി വെച്ചേക്കുമോ? നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെ അനഭിമതരായ ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നവര് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും ഇരുന്നുകൂടാ. ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് ജയരാജനെ അങ്ങ് മാറ്റി. ഇതാരാ ചെയ്തത്? പാർട്ടി അല്ലയോ ചെയ്തത്? അല്ലാതെ വലത് ശക്തികളല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ, മുസ്ലിം ലീഗ് അല്ലല്ലോ, സ്വന്തം പാർട്ടി അല്ലയോ ചെയ്തത്. 2016 അദ്ദേഹത്തെ വ്യവസായ മന്ത്രിയാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു ബന്ധു നിയമനം ഒരു ആരോപണമായിട്ട് വന്നത്. ഏതോ ബന്ധത്തിലോ ചർച്ചയിലോ പെട്ട ഒരാൾക്ക് വ്യവസായ വകുപ്പിൽ ഒരു ജോലി കൊടുത്തു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതിന്റെ പേരിൽ ജയരാജൻ ചിറ്റപ്പൻ എന്ന പേരൊക്കെ അദ്ദേഹം കേൾക്കേണ്ടി വന്നു. ഇത് വലിയ ആക്ഷേപമായപ്പോൾ പാർട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം വിശദീകരണം കൊടുത്തതാ, എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അതൊന്നും പാർട്ടി കേട്ടില്ല. അല്ലാതെ വലതു ശക്തികളല്ല, പാർട്ടി അതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി. പിന്നീട് വിജിലൻസ് അന്വേഷണത്തിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ സ്വന്തം സഖാവാണെങ്കിൽ, നമുക്ക് വിശ്വാസമുള്ള ഒരു സഖാവാണെങ്കിൽ, നമ്മളൊരു വിശദീകരണം ചോദിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹം തരുന്ന വിശദീകരണം നമ്മൾ വിശ്വസിക്കണ്ടായോ? അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലയോ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്? അപ്പൊ ഈ മന്ത്രി സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ആരാ? വലത് ശക്തികളാണോ? കോൺഗ്രസ് ആണോ? മുസ്ലിം ലീഗാണോ? അല്ലല്ലോ. ഇതിനിടയിലാണ് മൊറാഴ എന്ന് പറയുന്ന സ്ഥലത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മൊറാഴ. ചരിത്ര പ്രസിദ്ധമാണ്, അല്ലെ ചരിത്ര പ്രധാനമാണ്. അവിടെ വൈദേഹം എന്ന പേരിൽ നമ്മുടെ EP ജയരാജന്റെ കുടുംബം ഒരു റിസോർട്ട് ഉണ്ടാക്കി. ആ കുടുംബത്തിന്റെ പക്കലുണ്ടായിരുന്ന അല്ലറ ചില്ലറ സമ്പാദ്യം ഒരു 90 ലക്ഷം രൂപ, അതിന്റെ ഷെയറാണ് ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ഉണ്ടായിരുന്നത്. ഭാര്യയ്ക്ക് ഒരു 80 ലക്ഷം, മകനൊരു 10 ലക്ഷം. ചേടാ, അമ്മയുടെ PF തുക കൊണ്ട് മകൾക്ക് വലിയ IT കമ്പനി ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ പാപം ജയരാജന് ഒരു റിസോർട്ട് ഉണ്ടാക്കിക്കൂടെ? അത്രേ വിചാരിച്ചുള്ളൂ. അത് പക്ഷേ വലിയ വിവാദമായി, അത് വലിയ ആക്ഷേപമായപ്പോൾ എന്ത് ചെയ്തു? അത് നിരാമയ എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ കമ്പനിക്ക് അതിന്റെ ഷെയറുകൾ അങ്ങ് വിറ്റു. ഇനി പരാതിയുടെ സ്വല്ല വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്താ. പക്ഷെ എന്ത് ചെയ്യാം, അത് ഈ BJP-യുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായിരുന്നു. അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അങ്ങ് പറ്റിപ്പോയി. അത് വലിയ ഇഷ്യൂ ആക്കിയില്ലയോ? അത് സംസ്ഥാന കമ്മിറ്റിയിലെ പാർട്ടിയുടെ വന്നല്ലോ. P ജയരാജനാണ് ഉന്നയിച്ചത്. അത് വലിയ വിവാദമായി. മാധ്യമങ്ങളിൽ EP ജയരാജനെതിരായിട്ട് വലിയൊരു ആക്ഷേപമായിട്ട് അങ്ങ് വളർന്നു. ചേട്ടാ, CPM-ന്റെ ഒരു നേതാവ് കോടിക്കണക്കിന് ചെലവുള്ള ഒരു റിസോർട്ട് സ്ഥാപിച്ചിരുന്നു. ഈ റിസോർട്ടിന്റെ ചിത്രം കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കാണുമ്പം ഒരു വമ്പൻ പ്രസ്ഥാനമാകട്ടോ. അതിന്റെ പേരിൽ വലിയ ആക്ഷേപം ഉണ്ടായി. ഇതാരാ ഉന്നയിച്ചത്? P ജയരാജൻ, കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത്. ഇതെങ്ങനെയാ പത്രങ്ങളിൽ വന്നത്? ഈ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന ഇത്തരം ചർച്ചകള് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറയുന്നതല്ലല്ലോ. ഇതാരാ ഇപ്പൊ പുറത്തു കൊടുത്തത്? പാർട്ടിക്കാർ തന്നെ പുറത്തു കൊടുത്തു. ഇതുപോലൊരു വാർത്ത കിട്ടിയാൽ മാധ്യമങ്ങള്, പത്രക്കാര്, ചാനലുകള് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമല്ലോ. ഷടാ, നാറ്റിച്ചു കളഞ്ഞു നമ്മുടെ EP ജയരാജൻ. ഇനി ഇതിൽ ഒരു നാണക്കേട് വരാനില്ല. ഈ ആത്മകഥയില് ജയരാജൻ സഖാവ് അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അത് പാർട്ടി നേതൃത്വം കൃത്യമായിട്ടൊന്ന് വിശദീകരിച്ചിരുന്നുവെങ്കിൽ, ഇതിന്റെ യഥാർത്ഥ അവസ്ഥ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ പറഞ്ഞിരുന്നെങ്കിൽ
എനിക്ക് ഇത്രയും നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ഈ ആത്മകഥയിൽ ജയരാജൻ സഖാവ് എഴുതിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിവ് വന്നു. ആ കസേരയിൽ നിന്ന് ഇരിക്കാൻ EP മോഹിച്ചത് അത്ര വലിയ തെറ്റാണോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ചതിൽ ഒരു കുഴപ്പവുമില്ല. കാരണം അതിന് അത്തരത്തിലൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് കണ്ണൂർ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ CPM പൊളിറ്റിക്സിൽ ഏതാണ്ട് പിണറായി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം EP ജയരാജനാണ് ആയിരുന്നു, അല്ലെങ്കിൽ ആ സമയത്താണ്. പിന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അത് കണ്ണൂരിൽ നിന്നുള്ള ഒരാളല്ലാതെ വേറൊരാൾക്കും കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അതൊരു അലിഖിത നിയമമാണ്. ഒരു താൽക്കാലിക ഏർപ്പാട് വല്ലതും ആണെങ്കിൽ മറ്റു ജില്ലക്കാരെ പരിഗണിക്കും. പക്ഷെ സ്ഥിരം ലാവണമാണെങ്കിൽ അത് കണ്ണൂരിൽ നിന്നുള്ള ആൾ തന്നെ ആയിരിക്കണം. ഈ അന്യ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ലെന്നേ. അത് കണ്ണൂരാണ് വിപ്ലവ ഭൂമി. അവിടെ നിന്ന് വന്നവരാണ് യഥാർത്ഥ ഇടത് കമ്മ്യൂണിസ്റ്റുകൾ. അവർക്ക് മാത്രമേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആവാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ട് പിണറായി മുഖ്യമന്ത്രിയായിട്ടിരിക്കുക. അപ്പൊ രണ്ടാമനായ എനിക്കല്ലയോ ആ സ്ഥാനത്തിന് യോഗ്യത എന്ന് അദ്ദേഹം ഒന്ന് ചിന്തിച്ചുപോയി. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ എന്നും ചേർത്ത് പിടിക്കുന്ന സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഇതത്ര മനസ്സിലായില്ല. താൽക്കാലികമായിട്ടുള്ള ചുമതല വിജയരാഘവനെ ഏൽപ്പിച്ചു. അദ്ദേഹം വേറെ ജില്ലക്കാരല്ല. പിന്നീട് ഒരു സ്ഥിരം സെക്രട്ടറി എടുക്കേണ്ടി വന്നപ്പോഴേ അത് നമ്മുടെ MV ഗോവിന്ദൻ മാഷക്കായി. ആഗ്രഹിച്ച ഒരു പോസ്റ്റ് അല്ലയോ? അപ്പോൾ ഒരു വേദന, നൊമ്പരം തോന്നുന്നത് ഒരു മനുഷ്യ സഹജമാണല്ലോ. അതുണ്ടായി എന്നുള്ളത് ശരിയാ. സ്വാഭാവികമായിട്ടും അതിന്റെ പേരിലൊക്കെ ചില ഇഷ്ടക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ ഈ പാർട്ടി പുറകെ നടന്ന് ജയരാജനെ ക്രൂശിക്കുകയായിരുന്നു. പാർട്ടിയാണ് ചെയ്തത്, അല്ലാതെ വലതു ശക്തികളൊന്നുമല്ല. കോൺഗ്രസ് അല്ല, ലീഗല്ല, UDF അല്ല, പാർട്ടിയാണ്. കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സുള്ള ഒരാളാണ് EP ജയരാജൻ എന്നാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് EPക്ക് ഈ സെക്രട്ടറി ആകാൻ പറ്റാതെ പോയതിൽ ഒരു പരിഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചില അനിഷ്ടങ്ങളുടെ പ്രകടനമൊക്കെ സംഭവിച്ചതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നമ്മുടെ ഈ നിഷ്കളങ്ക മനസ്സുള്ള EP ജയരാജൻ ഒരു സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. അതായത് അദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ ആക്കുളത്തുള്ള അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിൽ വന്ന് സന്ദർശിച്ചെന്ന്. തെരഞ്ഞെടുപ്പിന്റെ ദിവസമായി പറയുന്നതെന്ന് ഓർക്കണം. അത് ചെറിയ കാര്യമാണോ? നിഷ്കളങ്ക മനസ്സുള്ളത് കൊണ്ട് സംഭവിച്ചു പോയതാ. അത് വലിയ വിവാദമായി. ഈ ജാവദേക്കർ വന്നപ്പോഴേ ഈ ദല്ലാൽ നന്ദകുമാറും കൂടെ ഉണ്ടായിരുന്നു. ദല്ലാൽ നന്ദകുമാർ നമ്മുടെ കേരള രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ചില കളികളൊക്കെ കളിക്കുന്ന ആളാണ്. VS അച്യുതാനന്ദന് വേണ്ടിയൊക്കെ അദ്ദേഹം ചില സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഈ മനുഷ്യനും കൂടെ ഉണ്ടായിരുന്നു. അവരൊന്നിച്ചാ വന്നത്. ഇത് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, BJPയുടെ നേതാവ്, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് BJPയിൽ ചേരാൻ EP ജയരാജൻ ആലോചിച്ചെന്നും അതിന്റെ ചർച്ചകൾക്കായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയെന്നും ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷെ ഈ പ്രഭാരി വന്ന് കണ്ടത്, അതായത് പ്രകാശ് ജാവദേക്കർ വന്ന് തന്നെ കണ്ടത്, പരസ്യമായിട്ട് പറഞ്ഞത് വലിയ പൊല്ലാപ്പായി. പാർട്ടിക്കാർ വിടുമോ? പാർട്ടിക്കാരാ കേട്ടോ. ഇതിന്റെയൊക്കെ പ്രശ്നം പാർട്ടിക്കാണ്, അല്ലാതെ വലതു ശക്തികൾക്കല്ല. കോൺഗ്രസിനോ UDFനോ മുസ്ലിം ലീഗിനോ ഒന്നുമല്ല. ഈ സമയത്ത് നമ്മുടെ EP ജയരാജൻ ഇടതുപക്ഷ മുന്നണി കൺവീനറാ. ഈ സെക്രട്ടറി സ്ഥാനം കൊടുക്കാൻ പറ്റാതെ പോയതിന് കൊടുത്തൊരു പോസ്റ്റാ, തസ്തികയാ, പദവിയാ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി എന്ത് ചെയ്തു? സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിലെ ഈ തീരുമാനം, അതിൽ EP ജയരാജൻ പങ്കെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ അദ്ദേഹം പിറ്റേന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റിക്ക് നിൽക്കാതെ കണ്ണൂർക്ക് പോയി. ഇതാരാ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതാരാ? വലതു ശക്തികളാണോ? കോൺഗ്രസ് ആണോ? BJP ആണോ? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണോ? അല്ലല്ലോ. ഈ വിവാദം ഉണ്ടായപ്പോഴേ ഏറ്റവും വലിയ സുഹൃത്തായ സംരക്ഷനായ പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹത്തെ സഹായിച്ചോ? അല്ലെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചോ? ഇല്ലല്ലോ. പരസ്യമായിട്ട് ജയരാജൻ സഖാവിനെ വിമർശിക്കുക ചെയ്തത്. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള കൂട്ടുകെട്ടെ പിണറായിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? ശിവൻ പാപിയെ തൊട്ടാൽ ശിവനും പാപിയാകുമെന്ന്. അതിന്റെ അർത്ഥം എന്തുവാ? പൂർണ്ണമായിട്ട് പിണറായി വിജയൻ നമ്മുടെ സഖാവിനെ EP ജയരാജനെ അങ്ങ് തള്ളിക്കളഞ്ഞു. പിണറായിയുടെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് വ്യക്തമായതോടെ പാർട്ടി കൃത്യമായിട്ടൊരു തീരുമാനമെടുത്തു. ഈ കൺവീനർ സ്ഥാനത്ത് നിന്നെടുത്ത് പുറത്തോട്ട് നിർത്തി. ഇതൊക്കെയാണ് ഈ പാർട്ടി നമ്മുടെ ജയരാജൻ സഖാവിനോട് ചെയ്തത്. എന്നിട്ടിപ്പോ പിണറായി പറയുക അല്ലെങ്കിൽ വിലപിക്കുക,
വലതു ശക്തികൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിയെന്ന്, ദുരാരോപണങ്ങൾ ഉന്നയിച്ചുവെന്ന്, അല്ലെങ്കിൽ വേട്ടയാടിയെന്ന് എഴുതി കൊടുത്ത പ്രസംഗമാണ്. അത് ചടങ്ങിൽ വായിക്കുന്നതിന് മുമ്പ് ഒന്ന് ഓടിച്ചു നോക്കണ്ടായോ ഇതിൽ എന്തൊക്കെയാണ് ഈ എഴുതി വച്ചിരിക്കുന്നതെന്ന്? അതൊക്കെ ബൂമറാങ് ആകുമോ എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? പറഞ്ഞല്ലേ, ഈ ആത്മകഥയ്ക്ക് തന്നെ ഒരു ചരിത്രമുണ്ട്, പിന്നീടൊരു കഥയുണ്ട്. ഇത് കോട്ടയത്തെ DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്നതാ. അതിന്റെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നായിരുന്നു. ഈ വയനാട്, പാലക്കാട്, ചേലക്കര എന്നീ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഈ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ചിലത് പുറത്തു വന്നു. അത് പിണറായിയുടെ 2ാം സർക്കാരിനെ വിമർശിക്കുന്നതായിരുന്നു, പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു, പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ പാർട്ടി ഇടപെട്ടു, പാർട്ടിക്ക് ഹാലിളകി. അപ്പൊ എന്താ ചെയ്തത്? EP ജയരാജനെ കൊണ്ട് ഈ DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ആത്മകഥയെ തള്ളിപ്പറയിച്ചു. ഈ ആത്മകഥ എന്റേതല്ലെന്ന് പറഞ്ഞു, ഇത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞു, എന്റെ ആത്മകഥ ഞാനാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. DC ഇത് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്ന ദിവസം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുടെ പകുതി പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. EP സഖാവേ, കുട്ടികളുടെ മനസ്സുള്ള വലിയ മനുഷ്യ, അങ്ങ് ഒരു കാര്യം ഓർക്കണം, ഈ കഥകളൊന്നും മറക്കാറായിട്ടില്ല. അങ്ങ് എഴുതാത്ത ആത്മകഥ എങ്ങനെയാണ് DC ബുക്സിന്റെ കൈവശം വന്നത്? അവര് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാ? ഇത് ഈ DC ഉടമസ്ഥൻ രവി DC ആഫീസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഗുഷപ്പേർഡ് സ്ട്രീറ്റിൽ കിടന്ന് കിട്ടിയതാണോ? കളഞ്ഞു കിട്ടിയതാണോ? അല്ലല്ലോ. ഇത് താങ്കൾ കൊടുത്ത മാനുസ്ക്രിപ്റ്റ് ആയിരുന്നില്ലേ? താങ്കളുടെ അടുത്ത സുഹൃത്തായ ഒരു പാർട്ടി പത്രപ്രവർത്തകനല്ലേ ഇത് രചിച്ചത്? അന്ന് DC ബുക്സ് പറഞ്ഞു, സഖാവ് ഇത് പോരാ, കുറച്ചുകൂടെ നീളം വേണം, കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതണമെന്ന് അവരാവശ്യപ്പെട്ടപ്പോ അത് കൂടുതൽ വിശദീകരിച്ച് എഴുതി കൊടുത്തത് താങ്കളായിരുന്നില്ലേ? എന്നിട്ടാണ് താങ്കൾ പറഞ്ഞത് ഇത് എന്റെ ആത്മകഥയല്ല എന്ന്. ശരി, അത് അങ്ങയുടെ തീരുമാനം. പാർട്ടി നിർബന്ധിക്കുമ്പോൾ അങ്ങേക്ക് മറിച്ചൊന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ചില പത്രലേഖകരോട് സംസാരിക്കുമ്പോൾ രവി DC മാപ്പ് പറഞ്ഞു എന്നൊക്കെ അങ്ങ് പറയുന്നതായിട്ട് കേട്ടു. എന്നാണ് സഖാവേ ഈ രവി DC അങ്ങയുടെ മാപ്പ് പറഞ്ഞത്? രവി DC ഈ ദിവസം ചില പത്രലേഖകരോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. നിശബ്ദതയെ ഭീരുത്വമായി കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു. രവി DC ആത്മകഥയൊന്നും എഴുതണ്ട, അവർക്ക് ഈ പച്ചക്കുതിര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതിൽ 1 പേജ് വിശദീകരണം എഴുതിയാൽ മതി. ജയരാജൻ സഖാവ് വാങ്ങി കെട്ടിപ്പൊക്കിയ കഥകളൊക്കെ ഉണ്ടല്ലോ, അത് ഉരുണ്ട് താഴോട്ട് വീഴും. ഈ പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ബാക്കി കൂടെ ഞാൻ പൂരിപ്പിക്കും എന്ന് കഴിഞ്ഞ ദിവസം EP ജയരാജൻ ഈ ചടങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സുള്ള ഒരാളാ, പിള്ള മനസ്സിൽ കള്ളമില്ല. ബന്ധപ്പെട്ടവർ ജാഗ്രത പാലിക്കണം.